അതെ, ആഴകേശൻ അമ്മാവനെ പോലെ ഇച്ചിരി കാര്യഗൗരവമുള്ള ഒരാൾ നമ്മുടെ പാർട്ടിയിൽ വേണം. എന്നാലേ ഇതുപോലുള്ള ബുദ്ധികൾ പറഞ്ഞു തരുവേ. സംഭവം ശരിയാ, നല്ല ഐഡിയ. അതെ, നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ഈ പരിസ്ഥിതി ദിനാഘോഷം ഒരു മാസം ഗംഭീരമായിട്ട് കൊണ്ടാടണം. അല്ല, അതിന്റെ പേര് നമുക്ക് ഒരു മാസം ഗംഭീരമായിട്ട് ബക്കറ്റ് വിരു നടത്താം. അത് നടത്താം. നേതാവേ, ഓ, നമുക്ക് ഒരു വർഷമാക്കിയിട്ട് നമുക്ക് കേരളത്തിലെ ജില്ല മൊത്തം പിരിച്ചാലോ? ഓ, ഭയങ്കര ഐഡിയ ആണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമേ 12 മാസം. കേരളത്തിൽ 14 ജില്ലയുണ്ട്. 14 ജില്ല. എങ്ങനെ പിരിക്കും? 10 മാസം 10 ജില്ലയും പിന്നെ 2 മാസം 4 ജില്ലയും. നടരാജാ, നീ ഒരു സംഭവം തന്നെ. മര്യാദക്ക് നീ ഇവിടെ ഞങ്ങൾ പിരിക്കുമ്പോ ഇതിന്റെ കൂടെ വന്നാൽ മതി കേട്ടാ. അൻസാറേ, നമുക്ക് ഈ നടാനുള്ള തൈകൾ എവിടെ നിന്ന് സംഘടിപ്പിക്കും? അല്ലെ, ഈ തൈകൾ വാങ്ങിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ഇതിന്. ഇവിടെ ആര് വാങ്ങണത്? ആദ്യം നമുക്ക് നമ്മുടെ പരിസരത്ത് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് തൈകൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഒപ്പിക്കണം. അത് നമുക്ക് ഒപ്പിക്കാം. നല്ല ഇനം വേണം. അത് ഏതാണ്? അതിപ്പോ നമുക്ക് അക്കേഷ്യ പിടിക്കാം. പിന്നെ ഈ വാഗമരം ഉണ്ടല്ലോ, ഈ റോഡിന്റെ നടുക്കൊക്കെ ഈ സൈഡിലൊക്കെ നട്ടിരിക്കുന്നത്, അത് ആഞ്ഞില്, പുളി, ഇതൊക്കെ പറ്റിയ സാധനം. മാവും കുഴപ്പമില്ല. മാവും കിട്ടും. മാവൊക്കെ നമുക്ക് കിട്ടുന്ന തൈകളെ അത് കിട്ടും. അത് നമുക്ക് സംഘടിപ്പിക്കാം. അത് നമുക്ക് ഈ പരിസരത്ത് നിന്നൊക്കെ നമുക്ക് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. വേറെ നമുക്ക് ഞാൻ തേക്ക് ഈട്ടി ചന്ദനത്തിന്റെ തൈകൾ കൊണ്ടുവരാം. ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല. സംഘടിപ്പിക്കണേ? ഞാൻ മറയൂരിൽ വനത്തിനകത്ത് ഒരു ഫോറസ്റ്റുകാർ അറിയാം, ഞാൻ പൊക്കും. അതിനുമ്പേ ഫോറസ്റ്റുകാർ നിന്നെ പൊക്കും കേട്ടാ. ഈ മര്യാദക്ക് ഒരു ആളായിട്ടെങ്കിലും ഒരാൾ വേണമെന്നുള്ളതുകൊണ്ടാണ് നിന്നെ നിർത്തിക്കണത്. ഇതൊന്നും അടങ്ങി നിൽക്കൂ കേട്ടാ. തൈയൊക്കെ ഞങ്ങൾ തരാം, അത് നട്ടു തന്നാ മതി കേട്ടാ. എന്റെ അളിയ, ഇവനിപ്പോ വെള്ളിയാഴ്ച മാത്രമേ ബുദ്ധിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പറയുന്ന മൊത്തം മണ്ടത്തരങ്ങളാണ്. അതെ, പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത്, നിന്റെ വീട്ടിന്റെ പരിസരത്ത് ഒക്കെ ഉള്ള കുറെ ചെടികൾ അവിടെ ഉള്ളതിനെയൊക്കെ പിഴുതെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പരിചയത്തിലുള്ളവരുടെ നിന്നൊക്കെ എടുക്കാം. അത് നമുക്ക് സംഘടിപ്പിക്കാം. സുരേന്ദ്രൻ മുതലാളിയുടെ പറമ്പിൽ അതുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കണ്ടായിരുന്നു. അവിടെ കുറച്ച് പുളി കുറെ തൈ കിടപ്പുണ്ട്. നമുക്ക് ഒരു കണക്കിന് നരായം പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. നരായം പറഞ്ഞ കാര്യം നമുക്ക് ഈ പദ്ധതി പറ്റുമെങ്കിൽ ഒരു വർഷത്തേക്കൊന്ന് നീട്ടിയാൽ നല്ലതായിരിക്കും. ഒരു വർഷം നീട്ടിയാൽ നമുക്ക് പിരിക്കാം. പക്ഷെ അത് എങ്ങനെ നീട്ടി കൊണ്ടുപോകും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? തൈകളൊപ്പിക്കണം, നടണം. അത് തന്നെ നട്ടിട്ട് നമ്മൾ തന്നെ ബാക്കി പോയി പറിച്ചു കളയണം. അതല്ലേ അളിയന്റെ ഉദ്ദേശം? നമ്മൾ പറിക്കാൻ പോയാൽ ഏതെങ്കിലും കണ്ടിട്ട് പിന്നെ അത് വലിയ പ്രശ്നമാകും. അതൊന്നുമല്ല, നമ്മൾ ഈ തൈ നടുന്നു, ഒപ്പം നമ്മളൊരു കുഞ്ഞ് ആട്ടുകുട്ടിയെ കൂടെ മേടിക്കണം. വളർത്താനല്ല, കൊല്ലാൻ. അതിനെ നമ്മൾ ചെടിയിൽ അങ്ങോട്ട് രാവിലെ അങ്ങ് അഴിച്ചു വിട്ടു കൊടുക്കണം. അത് അങ്ങനെയാണ്. ഒരു സൈഡിൽ നമ്മൾ നടുന്നു, അത് ഒരു സൈഡിൽ തിന്നുന്നു. അപ്പൊ ഈ പദ്ധതി കുറെ നമ്മൾ വീണ്ടും നടുന്നു, വീണ്ടും തിന്നുന്നു. അത് കൊള്ളാം. കൂട്ടത്തിൽ നമ്മുടെ ആടും വളരും. അതൊക്കെ ഐഡിയ. അതുപോലെ ഐഡിയ പ്രധാനമന്ത്രി ആവണ്ടേ? മറയൂരൊക്കെ പോയാലേ, വനത്തിലൊക്കെ പോയാൽ പ്രധാനമന്ത്രി ആവാൻ പറ്റൂല, അകത്ത് കിടക്കേണ്ടി വരും. അവിടെ പോയ കുറച്ച് സാധനം അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞ ചെടിയും തണൽ മരം. ഇത് തണല് മരം അല്ലേ? എങ്ങനെയുണ്ട്? എടാ, ഇത് പശുവിനും കൂടി ഇട്ട് കൊടുക്കും. ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. പുല്ലും പറഞ്ഞോളൂ. ബോധമല്ല എന്റെ ഭർത്താവേ. കൊണ്ട് കളഞ്ഞത് പോയിട്ട് നല്ല അവിടെ ഇട്. അപ്പുറത്തെ പശുവിന് കൊടുക്കാം. ഇതുപോലത്തെ ചെടികൾ. അല്ലെങ്കിൽ നീ പറിക്കണ്ട, നീ ഒന്ന് വെറുതെ ഇവിടെ നിന്നാലും മതി. ഞങ്ങൾ ചെയ്യണ കണ്ടുകൊണ്ട് നിന്നാലും മതി. അല്ലല്ലോ, നീ പോയി പറിച്ചിട്ട് ഇതുപോലത്തെ മരങ്ങൾ നോക്കി പറിച്ചോ. കൊണ്ടുപോക്കോ, പറിച്ചോണ്ട് വാ. എനിക്ക് മനസ്സിലായി. എടാ, ഇത് അകത്താവണ സാധനമാണ്, അകത്താവണ ചെടി. നീ കൊണ്ട് കളയാങ്ങോട്ട്. ഇവനൊക്കെ ആവശ്യമുള്ള ഒന്നും പറിക്കില്ല ഒരുത്തനും. നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ വല്ല ഇതുപോലത്തെ എന്തെങ്കിലും എടുക്കുക. ഇതാണ് മരമാവുന്ന സാധനം. ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ എടുക്കുക. ഇതൊന്നും വളർന്നു വരുമ്പോഴത്തേക്ക് ഇത് പറയാൻ പറ്റത്തില്ല ഇത് എന്തോ ആവുമെന്നുള്ളത്. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് വളരുമെന്ന് നമുക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ നട്ടു കഴിയുമ്പോൾ കുറേയൊക്കെ അങ്ങനെ തന്നെ കരിഞ്ഞങ്ങ് പോകും. പിന്നെ കുറച്ച് നമ്മൾ മറ്റേ ആട് തിന്നും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളിത് കൊണ്ട് നടും. കൊതു വീണ്ടും നമ്മൾ കൊണ്ട് നടും. അപ്പോൾ സംഭവം ഇതിങ്ങനെ ഒരു പ്രക്രിയ ഒരു വർഷം വരെ നമുക്ക് ഈ ആഘോഷമാക്കി തന്നെ നടത്തിക്കൊണ്ട് പോവാം. ഞാനേ അത് മരമല്ലേ? അത് പപ്പായ. അത് പോയല്ല പപ്പായ. പക്ഷെ തണലുള്ളതാണല്ലോ പപ്പായ. തണലുണ്ട്. എന്നാ പിന്നെ നീ അത് വെട്ടിയെടുത്ത് തോന്നിക്കണ പപ്പായ അത് വെട്ടിയെടു. അത് കൊള്ളാം, നല്ലതാണ്. അതാകുമ്പോൾ തണലും കിട്ടും,
പപ്പായം തിന്നാൻ പക്ഷേ അതെ അതെ അതെ. അയ്യോ മൂടില്ലാതെ വെട്ടിയെടുത്തോണ്ട് വന്നാടാ മൂടാ. എന്തായാലും ഷോയ്ക്കല്ലേ, എന്തായാലും കരിയാനുള്ള സാധനമല്ല, നമുക്ക് വെക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കുമ്പോൾ ആളുകൾ കാണൂലേ. ഈ മരം ഏതാണ് നോട്ടോ? ഇതെന്ത് സാധനം? ഇത് മരമാ അവിടെ? ഇത് മരം ആവണാണോ? ഇത് ഇത് മരം ഇത് മരോ? ഇത് എന്തോടെ ഇത്? എന്റെ അളിയാ, ഇത് ചൊറിയണം. അയ്യേ ചൊറിയണം പൊതിച്ചോണ്ട് വന്നിരിക്കുന്ന. അയ്യേ ഓ ചുമ്മാതല്ലേ ഞാനേ ഒന്നാമത് ഇവിടെ കൊതു അടിച്ചിട്ട് നിൽക്കാൻ വയ്യ. എന്തുകൊണ്ട് നിനക്ക് ചൊറിയണം പോലും കണ്ട തിരിച്ചറിയാം. കാര്യം ചെയ്യ, എടുത്തത് മതി. Alien versus Alien.